സംസ്ഥാനത്ത് രാവിലെ കുറഞ്ഞ സ്വർണ്ണവിലയിൽ വൈകുന്നേരം വർധന. രാവിലെ ഗ്രാമിന് 170 രൂപ കുറഞ്ഞെങ്കിലും വൈകുന്നേരം 130 രൂപ വർദ്ധിച്ചു. ഗ്രാമിന് 11,340 രൂപയാണ് ഇനിയുള്ള വ്യാപാരം. പവൻ വില 1,040 രൂപ വർദ്ധിച്ചു. 90,720 രൂപയായി. രാവിലെ കുറച്ചത് ഉച്ചയ്ക്ക് കൂട്ടി. സ്വർണത്തിന് ഇതെന്ത് പറ്റിയെന്നാണ് ഇപ്പോൾ കേരളത്തിലെ ആളുകളുടെ ചോദ്യം. എന്റെ പൊന്നോ, ഇതെന്തൊരു കുതിപ്പാണ്! സ്വർണ്ണവില വീണ്ടും കൂടി ഞെട്ടിച്ചിരിക്കുകയാണ്. സ്വർണ്ണവില തകർപ്പൻ കുതിപ്പാണ് കാഴ്ചവെക്കുന്നത്. പവൻ 90,000 കടന്നു. തൊട്ടാൽ പൊള്ളുന്ന റേറ്റിലേക്ക് തന്നെയാണ് സ്വർണ്ണവില പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റെക്കോർഡ് തിരുത്തിക്കുറിച്ചാണ് സ്വർണ്ണ നിരക്കിന്റെ കുതിപ്പ്. സ്വർണ്ണവില റെക്കോർഡിൽ നിന്ന് റെക്കോർഡിലേക്ക് പോകുന്ന കാഴ്ചയുമുണ്ട്. നെഞ്ചിടിപ്പോടെയാണ് കല്യാണ പാർട്ടികളടക്കം ഈ മാറ്റത്തെ നോക്കിക്കാണുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ മാറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയത്. അതായത് രാവിലെ ഇടിഞ്ഞു വീണ പവൻ വില ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതോടെ പവൻ വില വീണ്ടും 90,000 എത്തിയിരിക്കുകയാണ്. ഈ മാസം ഇത് 4ാം തവണയാണ് ഒരു ദിവസത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം വരുന്ന കാഴ്ച നാം കാണുന്നത്. ഇന്നലെ 91,040 എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലായിരുന്നു സ്വർണ്ണ വ്യാപാരം നടന്നത്. എന്നാൽ ഇന്ന് രാവിലെ പവന് 1,360 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 89,680 പവൻ വില വീഴുകയും ചെയ്തു. ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 11,210 എന്ന നിരക്കിലേക്കും എത്തി. അതായത് ഈ ആഴ്ചയിൽ എന്നല്ല, ഈ മാസം തന്നെ സ്വർണ്ണവില ഇത്ര കണ്ട് താഴേക്ക് വീഴുന്നത് ആദ്യമെന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, ഓരോ ദിവസവും 1,000ഉം 500ഉം രൂപയോളം കൂടുന്ന കാഴ്ചയും ഒക്ടോബറിൽ നാം കണ്ടു. അങ്ങനെ കൂടിക്കൂടിയാണ് 91,040 സ്വർണ്ണവില എത്തിയത്. ഇന്ന് രാവിലെ സ്വർണ്ണവില താഴേക്ക് വീണപ്പോൾ ഉപഭോക്താക്കൾ കൂടുതൽ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കഥ മാറി. 1,040 രൂപയാണ് പവൻ സ്വർണത്തിന് ഉച്ചയ്ക്ക് ശേഷം കൂടിയത്. ഇതോടെ രാവിലെ 89,680 രൂപയായിരുന്ന പവൻ വില ഇപ്പോൾ 90,720 രൂപയിലേക്കും എത്തി. ഗ്രാമിന് 130 രൂപ കൂടിയതോടെ 11,210 രൂപയിൽ വ്യാപാരം പുരോഗമിക്കുകയാണ്. ഗ്രാം സ്വർണം 11,340 എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിന് ശേഷം ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ കുറഞ്ഞത് 97,167 രൂപയെങ്കിലും നൽകേണ്ടി വരും. 5% പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ ചേർത്ത തുകയാണ് ഇത്. ഇപ്പോൾ സ്വർണ്ണക്കടയിലും വ്യാപാരം വലിയ നഷ്ടത്തിലാണെന്നാണ് വ്യാപാരികളും പറയുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.